ഹലോ, ബിൽഡിയർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ RRB ALP എക്സാംസിന് നടന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഡേ ഷിഫ്റ്റ് 3ൽ നടന്ന മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഷിഫ്റ്റ് 1 ഷിഫ്റ്റ് 2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതൊന്ന് പോയി കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ ഷിഫ്റ്റിൽ, വൈകുന്നേരത്തെ ഷിഫ്റ്റിൽ മാത്സിൽ ചോദിച്ച 20 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ റീസണിങ്ങിൻ്റെയും ഞാൻ ഫസ്റ്റ് ഷിഫ്റ്റ് സെക്കൻഡ് ഷിഫ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് ഷിഫ്റ്റിൻ്റെ റീസണിങ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യണതായിരിക്കും. GK മാത്രം ഒരു ദിവസത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള GK ആണ് അപ്ലോഡ് ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ട് RRB SSC സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ ആയിട്ട് അതിൻ്റെ കണ്ടൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. First question, the combined salary of P and Q is rupees 2000. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് എന്ത് മനസ്സിലായി? പിക്കും ക്യൂനും കൂടെ എത്ര രൂപയാ സാലറി കിട്ടുന്നത്? 2000 റുപ്പീസ് ആണ് സാലറി കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂയുടെ സാലറി അല്ലെങ്കിൽ പിയുടെ സാലറി എത്രയാണെന്ന് നമുക്ക് പറയാം. 2000 മൈനസ് ക്യൂ ആണ് ആരുടെ സാലറി? പിയുടെ സാലറി എന്ന് പറയുന്നത്. ഇനി പി എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ട്? 95% സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്യൂ 85% സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ബാലൻസ് ഉണ്ടാവുന്ന സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. ഇവരുടെ രണ്ടുപേരുടെയും സേവിങ്സ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ പിയുടെ സാലറിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവരുടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ബാലൻസ് സേവിങ്സ് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പി എത്രയാ സ്പെൻഡ് ചെയ്യുന്നത്? 95%. അപ്പൊ പിയുടെ ബാലൻസ് എത്രയായിരിക്കും? 2000 മൈനസ് ക്യൂന്റെ എത്ര പെർസെൻറ്റേജ് ബാലൻസ് ഉണ്ടാവും? 5% ആണ് പിയുടെ കയ്യിൽ ബാലൻസ് ഉള്ളത്. അത് എന്തിന് ഈക്വൽ ആണ്? ക്യൂയുടെ 15% ബാലൻസ് ഉള്ളതിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കിത് ഈ 100 നമുക്ക് ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്ത് വരും? ഇവിടെ 10,000 എന്ന് വരും അല്ലെ. 10,000 മൈനസ് 5Q ഇസ് ഈക്വൽ ടു 15Q എന്ന് വരും. ക്യൂ നമുക്ക് എന്ത് വരും? ഈ 5Qനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 20Q ആവും. ആ ക്യൂനെ അവിടെ നിർത്തിയിട്ട് 20 താഴേക്ക് കൊണ്ടുവരുമ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ എത്ര വരും? 500 എന്ന് വരും. അതായത് പിയുടെ സാലറി എന്ന് പിയുടെ നമുക്ക് ക്യൂ ആണ് 500 വരുന്നത് അല്ലെ. ക്യൂ 500 ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുക എന്താണ്? പിയുടെ സാലറിയാണ്. 2000 മൈനസ് 500 എന്ന് പറഞ്ഞാൽ 1500 ആണ് ആരുടെ സാലറി ആയിട്ട് വരുന്നത്? പിയുടെ സാലറി ആയിട്ട് നമുക്ക് കിട്ടുന്നത് 1500 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കാർ ട്രാവൽസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 80 km/h at a speed of 20 km/h and the next 30 km at a speed of, ഓക്കെ ഇതിവിടെ km/h എന്നൊക്കെ കൊടുത്തു, ഇത് കിലോമീറ്റർ ആണ് കേട്ടോ. 30 km at a speed of 30 km/h. What is the average speed? നമുക്ക് ആ കാറിന്റെ ആവറേജ് സ്പീഡ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ വരിക? 80 + 30 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത്. ടോട്ടൽ ടൈം എങ്ങനെ കാണും? ആദ്യത്തെ സ്പീഡ് ഡിവൈഡഡ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് പ്ലസ് രണ്ടാമത്തെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ടൈം കിട്ടുക. അതാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് അല്ലെ. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡ്. നമുക്ക് എന്ത് കിട്ടും? 110 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ കിട്ടുക? 4 + 1 ആണ് അല്ലെ, 5 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് വരും. 22 km/h ആണ് എന്ത് വരുന്നത്? നമുക്ക് ഇവിടുത്തെ ആവറേജ് സ്പീഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. അടുത്തത്, the length, breadth and height of a closed cubical box are 2.5 meter, 2 meter and 90 centimeter respectively. If the cost of the canvas is rupees 70 per meter square, canvas complete ആയിട്ട് ആ ബോക്സ് കവർ ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന ക്യാൻവാസിന്റെ എന്താ ചോദിച്ചിരിക്കുന്നത്? പൈസ എത്രയാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ക്യൂബിക്കൽ ബോക്സിന്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? 2 × എന്താണ്? LB + BH +
എച്ച് എൽ ആണ് എന്ത് ഏരിയ ഇൻറ്റു 70 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ കോസ്റ്റ് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഇവിടെ എന്ത് ചെയ്യാം? 2 ഇൻറ്റു ഇത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എൽ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.90 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കത് എങ്ങനെ എടുക്കാം? 0.9 മീറ്റർ ആയിട്ട് എടുക്കാം. അപ്പൊ ഇനി ഇവിടെ നോക്കിയേ 2.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 5 എന്ന് വരും. എൽ ബി 5 ആണ്. ബി എച്ച് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 0.9 ആണ്. നമുക്ക് എന്ത് കിട്ടും? 1.8 എന്ന് കിട്ടും. അടുത്തത് എച്ച് എൽ ആണ്. 0.9 ഇൻറ്റു 2.5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 2.25 എന്നാണ് കിട്ടുക. ഇൻറ്റു 70 എന്ന് വരും. അപ്പൊ ഇനി ഇവിടെ എന്ത് കിട്ടും? 2 ഇൻറ്റു ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? നമുക്ക് 9.05 എന്നാണ് കിട്ടുക ഇൻറ്റു 70. ഓക്കെ, അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 18.1 ഇൻറ്റു 70 എന്നാണ് കിട്ടുക. 18.1 ഇൻറ്റു 70 എന്ന് പറഞ്ഞാൽ നമുക്ക് 1267.0 എന്നാണ് കിട്ടുക. 1267 രൂപയാണ് എന്താവുന്നത്? ആ ബോക്സ് കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാൻവാസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായില്ലേ? ഏരിയ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ക്യൂബോയിഡിന്റെ ഈ ഏരിയ എന്താണ് എന്നുള്ള കാര്യം ഒന്ന് നമുക്ക് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ, അടുത്തത് what is the average of the first 5 multiples of 3? 3യുടെ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസിന്റെ ആവറേജ്. നമുക്ക് മൾട്ടിപ്പിൾസ് ഒക്കെ ഏതാണെന്ന് അറിയാം അല്ലെ? 3 ഇൻറ്റു 1 6, 3 ഇൻറ്റു 2 3 ഇൻറ്റു 2 6, 3 ഇൻറ്റു 3 9, 3 ഇൻറ്റു 4 12, 3 ഇൻറ്റു 5 എന്താണ്? 15. ഓക്കെ, ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആവറേജ് കിട്ടും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞു തരണം. ഓക്കെ, അടുത്തത് what is the total number of prime numbers less than 50? 15ൽ കുറഞ്ഞ പ്രൈം നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും എന്ത് ചെയ്യണം? ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്ക് കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തന്നെ ചെയ്യാൻ പറയണത്. അപ്പൊ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. ഓക്കെ, അടുത്തത് എ പേഴ്സൺ ഇൻവെസ്റ്റ് 1/3 ഓഫ് ഹിസ് ഇൻകം അറ്റ് 7% സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ എന്താണ്? ഇപ്പം ടോട്ടൽ എക്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? x/3 എത്ര സിമ്പിൾ ഇൻട്രസ്റ്റിൽ കൊടുക്കുന്നുണ്ട്? 7/100 സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. പ്ലസ് അടുത്തത് എന്താ ചെയ്യുന്നത്? 1/4 എന്ത് ചെയ്യുന്നുണ്ട്? 8%. അപ്പൊ x/4 എത്രയാ കൊടുക്കുന്നത്? 8% സിമ്പിൾ ഇൻട്രസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് 10% ആണ്. അപ്പൊ ഇനി എത്രയായിരിക്കും ബാക്കി? ടോട്ടൽ എക്സ് ആണ് അല്ലെ? അപ്പൊ എക്സ് മൈനസ് x/3 പ്ലസ് x/4 ആണ്. x/3 പ്ലസ് x/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? x/3 പ്ലസ് x/4 എന്ന് പറഞ്ഞാൽ 7x/12 ആണ്. x മൈനസ് 7x/12 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 12x മൈനസ് 7x എന്ന് പറഞ്ഞാൽ 7 കഴിഞ്ഞ് 12ലേക്ക് എത്ര പോകണം? നമ്മൾ 5 പോകണം അല്ലെ? 5x/12 എന്ന് വരും. അപ്പൊ ഇവിടെ എന്താ വരിക? 5x/12 എത്ര പെർസെന്റേജിനാണ് കൊടുക്കുന്നത്? 10%നാണ് കൊടുക്കുന്നത്. ഇത് മൊത്തം ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 561 ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇത് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ? 7x/300 പ്ലസ് 8x/400 പ്ലസ് 50x/1200 is equal to 561 എന്ന് കിട്ടും. LCM എടുക്കുന്ന ടൈമിൽ നമുക്ക് ഇവിടെ എന്ത് വരും? ഇവിടെ 4 വരും അല്ലെ? 7 4s are എത്രയാണ്? 7 4s are 28 ആണ്. അപ്പൊ ഇവിടെ 28x പ്ലസ് ഇവിടെ എത്രയാണ്? 3 ആണ്. 8 3s are 24 ആണ് അല്ലെ? 8 3s are 24 ആണ്. 24x പ്ലസ് ഇവിടെ 50 തന്നെയാണ്. 50x is equal to നമുക്ക് എന്ത് വരും? 561 into 1200 എന്ന് വരും. ഇനി ഇവിടെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 28 plus 24. 28 plus 24 എന്ന് പറഞ്ഞാൽ 8 plus 4 12 ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് എന്ത് ചെയ്യേണ്ടത്? കുറയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എന്തായാലും ഇവിടെ വന്നിട്ട് ഇത് നമ്മൾ ഇങ്ങോട്ട് ഡിനോമിനേറ്ററിലേക്കാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് കൂടെ എന്ത് ചെയ്യാം? 8 plus 4 12 ആണ്. 2 ബാലൻസ് 1 2 plus 2 4 plus 5 plus 5 അപ്പൊ എന്ത് വരും? 10 എന്ന് വരും. 102 എന്നാണ് വരുന്നത്.
ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 102 2 51 ടൈംസ് ആണ്, 12 6 ടൈംസ് ആണ്, 51 ഇൻറ്റു 11 ആണ് 561, 11 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 66, 6600 ആണ് എന്തെന്ന് പറയുന്നത്, ഒറിജിനൽ ഇൻകം എന്ന് പറയുന്നത്. 6600 ആണ് ഒറിജിനൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അടുത്തത്, if three numbers are in the ratio 5:6:8 and the sum is 3800, find the largest number. ഇത് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കണം, 8x ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്താണ്, 5x plus 6x plus 8x is equal to 3800. അപ്പൊ ഇനി നമുക്ക് ഇവിടെ എന്ത് കിട്ടും, x is equal to 3800 divided by 5 plus 6 11, 11 plus 8 എന്താണ് 19 എന്നാണ് കിട്ടുക. 19 into 2 ആണ്. സോ എക്സിന്റെ വാല്യൂ 200 ആണ്. 200 into 8 എന്ന് പറഞ്ഞാൽ നമുക്ക് 1600 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1600 ആണ് നമുക്ക് അവിടെ എന്ത് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. റേഷ്യോയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, the average monthly salary of a person for the months of January, February, March and April is rupees 8,000 and the average monthly salary for the months of February, March, April and May is rupees 8,500. If his salary for the month of May is rupees 6,500, find his salary for the month of January. ഇവിടെ 4 മാസത്തെ ആവറേജ് തന്നിട്ടുണ്ട്, ഇവിടെ 4 മാസത്തെ ആവറേജ് തന്നിട്ടുണ്ട്, മെയിലെ സാലറിയും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഈ 4 മാസത്തെ ടോട്ടൽ സം എത്രയായിരിക്കും, 4 into 8,000 എന്ന് പറയുമ്പോൾ ആ 4 മാസം ടോട്ടൽ ആയിട്ട് കിട്ടിയത് എത്രയാണ്, 32,000 രൂപയാണ് സാലറി ആയിട്ട് കിട്ടിയത്. അത് അവിടെ ഇരിക്കട്ടെ. ഈ 4 മാസം എത്രയാ കിട്ടിയത്, 4 into 8,500 ആവറേജ് ചെയ്താൽ സം കിട്ടും അല്ലെ. അത് ചെയ്തപ്പോൾ നമുക്ക് എത്രയാ കിട്ടിയത്, 34,000 രൂപയാണ് ആ ഒരു 4 മാസം കിട്ടിയ സാലറി. ഈ 34,000-ൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, മെയിലെ സാലറി മൈനസ് ചെയ്യാം അല്ലെ. മെയിലെ സാലറി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക, 0,0572 27,500 ആണ് മെയ് അല്ലാതെയുള്ള മാസം. അപ്പൊ ഇനി ഇവിടെ നോക്കിക്കേ, മെയ്യും ജാനുവരിയും മാത്രമാണ് ഇവിടെ എന്തുള്ളത്, സെപ്പറേറ്റ് ഉള്ളത്. ബാക്കി 3 മാസം സെയിം ആണ്. അപ്പൊ ഈ 27,500 എന്ന് പറയുന്നത് എന്താണ്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തെയാണ്. ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ ജാനുവരിയിൽ കിട്ടില്ലേ. അപ്പൊ നോക്കിക്കേ, 32,000-ൽ നിന്നും 27,500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനുവരിയിൽ എത്രയാ കിട്ടിയത്, 4,500 രൂപയാണ് ജനുവരിയിൽ കിട്ടിയ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ചെയ്തത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. 4 മാസത്തേത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ രണ്ടെണ്ണത്തിന്റെയും സമ്മ് കണ്ടുപിടിച്ചു. എന്നിട്ട് മെയിലുള്ളതിന്റെ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ബാക്കിയുള്ള 3 മാസത്തെ കിട്ടി. ആദ്യത്തെ സെറ്റ് ഓഫ് മന്തിൽ നിന്നും ആ ഒരു സമ്മിൽ നിന്നും ഈ 3 മാസത്തെ മൈനസ് ചെയ്തപ്പോൾ ജാനുവരിയുടെ ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പൊ അതാണ് ചെയ്യേണ്ടത്. നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, express the expression given below as a perfect square. തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നോക്കിയാൽ ഇവിടെ നെഗറ്റീവ് സൈൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇതല്ല എന്ന് മനസ്സിലായി. ഇനി ഇവിടെ ഒന്ന് നോക്ക്, നെഗറ്റീവ് നമുക്ക് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട്, സ്ക്വയറിലെല്ലാം എന്തു വരും, പോസിറ്റീവ് സൈനും അല്ലാത്തടത്തെല്ലാം നെഗറ്റീവ് സൈനും ഒക്കെയാണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ എന്ത് നോക്കാം, എ എന്ന് പറഞ്ഞാല് എ സ്ക്വയർ. നോക്കിക്കേ, എ സ്ക്വയർ, അടുത്തത് എന്താ വരിക, 3 സ്ക്വയർ ബി സ്ക്വയർ ആണ്. ശരിയാണ് അല്ലെ, 3 സ്ക്വയർ ബി സ്ക്വയർ എന്ന് വരും. ഇവിടെ സി സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് സി സ്ക്വയർ എന്ന് വന്നു. ഇനി എന്താ വരുന്നത്, 6a into b, അപ്പം 2 into 3b. അപ്പൊ നമുക്ക് മൊത്തത്തിൽ എന്ത് മനസ്സിലായി, ഇതാണ് ആൻസർ എന്ന് മനസ്സിലായി. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്താലും നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടുക. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ എക്സ്പ്രഷൻ കിട്ടുന്നത്. അപ്പൊ കൺഫ്യൂഷൻ ഉള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 72 km/h takes 24 seconds to cross a pole. What is the length of the train? ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്,
പോള് അതുപോലെ പ്ലാറ്റ്ഫോം ഒക്കെ വരികയാണെങ്കിൽ, പ്ലാറ്റ്ഫോം അല്ല സോറി, പോള് ഒക്കെ വരികയാണെങ്കിൽ, അവിടുത്തെ ഡിസ്റ്റൻസ് നമ്മൾ എന്താ എടുക്കുക? ട്രെയിനിന്റെ ഡിസ്റ്റൻസ് തന്നെയാണ്, ട്രെയിനിന്റെ ലെങ്ത് തന്നെയാണ് നമ്മൾ അവിടെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് ട്രെയിനിന്റെ ഡിസ്റ്റൻസ് കാണാൻ, ലെങ്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലെ, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇവിടെ സ്പീഡ് km/h, ടൈം സെക്കൻഡിലാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. ഇവിടെ അത് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് കിട്ടും? 20 m/s ആണ് സ്പീഡ്. അപ്പൊ ഇനി ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? 20 × 24 എന്ന് കിട്ടും. അപ്പൊ 24 × 2 എന്ന് പറഞ്ഞാൽ 48 ആണ്. ആ 0 ആഡ് ചെയ്യുമ്പോൾ ട്രെയിനിന്റെ ലെങ്ത് എത്രയാണ്? 480 മീറ്റർ, 480 മീറ്റർ ആണ് ആ ഒരു ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പോള് വരുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രെയിനിന്റെ ലെങ്ത് തന്നെയാണ് നമ്മൾ ആ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, there is a tower of 10 meter between two parallel roads. രണ്ട് പാരലൽ റോഡ്സിന്റെ ഇടയിലായിട്ട് എന്തുണ്ട്? 10 മീറ്ററിൽ കിടക്കുന്ന ഒരു ടവർ ഉണ്ട്. ഓക്കെ, ഇനി ഇവരുടെ ആംഗിൾ എത്ര പറഞ്ഞിട്ടുണ്ട്? ഒരെണ്ണം 30 ഡിഗ്രിയും ഒരെണ്ണം 45 ഡിഗ്രിയും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ടോട്ടൽ ലെങ്ത് ആണ്, ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ടാൻ ആണ് അല്ലെ. നോക്കിയ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ ടാൻ 30യുടെ വാല്യൂ എന്താണ്? ടാൻ 30യുടെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. ടാൻ 30 1/√3 ആണ് അല്ലെ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? 1/√3 is equal to 10/x എന്ന് പറയാം. അപ്പൊ ഇവിടെ x നമുക്ക് എന്ത് കിട്ടും? 10√3 എന്ന് കിട്ടും. ഇനി അടുത്ത സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാൻ 45 ഡിഗ്രി ആണ്. ടാൻ 45 ഡിഗ്രിയുടെ വാല്യൂ എന്താണ്? ടാൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. അപ്പോൾ 1 is equal to 10/x എന്ന് വരും. x എന്താണ്? 10 എന്ന് തന്നെയാണ് വരുന്നത്. നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? 10√3 പ്ലസ് 10 എന്ന് വരും. 10 × 1.732 പ്ലസ് 10 എന്ന് വരും. ഇപ്പം 10 × 1.73 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 17.3 എന്നാണ് വരിക. പ്ലസ് 10 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 27.32 മീറ്റർ ആണ് നമുക്ക് എന്ത് വരുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രിഗ്നോമെട്രിയുടെ റേഷ്യോസ് വൃത്തിയായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ഈ ഒരു റേഷ്യോയുടെ ഭാഗം മാത്രമായിട്ട് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കണം, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ HCF ഓഫ് 450, 1500 and 1650. ഓക്കെ, അപ്പൊ ഈ മൂന്ന് നമ്പേഴ്സിന്റെ HCF ആണ്. സിമ്പിൾ ആണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി. 450യുടെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ 2, 2, 5 എന്ന് വരും. ഇത് 3 വെച്ച് ചെയ്യുന്ന ടൈമിൽ 7, 5 എന്ന് വരും. എഗെയിൻ 3 വെച്ച് ചെയ്യുമ്പോൾ 25 എന്ന് വരും. ഇവിടെ 5, 5. ഇതാണ് 450യുടെ വരുന്നത്. ഇനി 1500ന്റെ ആണെങ്കിൽ നമ്മൾ ആദ്യം 2 വെച്ച് ചെയ്യും. അപ്പൊ 7, 7 കഴിഞ്ഞാൽ ഇവിടെ 5, 0 എന്ന് വരും. എഗെയിൻ ഇവിടെ 2 യൂസ് ചെയ്യാം അല്ലെ. നമുക്ക് എഗെയിൻ ഇവിടെ 2 യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 3, 7, 5 എന്ന് വരും. ഇതിനി എന്ത് ചെയ്യാൻ പറ്റില്ല? 2 യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ 3 ആണ് ചെയ്യണത്. 1, 2, 5 എന്ന് വരും. ഇവിടെ 125 3യിൽ പോവില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? 5 ആണ് യൂസ് ചെയ്യണത്. ദെൻ ഇവിടെ എന്ത് ചെയ്യും? 5 എന്ന് പറയുമ്പോൾ ഇവിടെ 2ഉം ഇവിടെ 5 വരും. ഇവിടെ 5, 5 എന്ന് വരും. ഓക്കെ, അടുത്തത് 1650. ഓക്കെ, അപ്പൊ ഇവിടെ 2 വരും. 2 വരുന്ന ടൈമിൽ 8, 2, 5 എന്ന് വരും. 8, 2, 5 എന്ന് വരും. അത് 3യിൽ പോകുമെന്ന് നോക്കും. 3യിൽ പോകുമെന്ന് നോക്കുമ്പോൾ 8 2 ടൈംസ് ആണ്. 7 ടൈംസ് വരും. 275 എന്ന് വരും. 275 3യിൽ പോവില്ല. അപ്പൊ നമ്മൾ 5 ഇവിടെ എടുക്കും. ഇവിടെ 5 വരും. ഇവിടെ 5 വരും. ഇവിടെ 5 വെച്ച് ചെയ്യുമ്പോൾ 11 വരും. ഇനി നമുക്ക് HCF സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതിൽ കോമൺ ആയിട്ട് ഏതൊക്കെയാണ് ഉള്ളത്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട് അല്ലെ. അപ്പൊ 2 × 3 × 5 എന്ന് നമുക്ക് കിട്ടി. 2 ഏറ്റവും കുറവ് ഒരെണ്ണമാണ്. 3 ഏറ്റവും കുറവ് ഒരെണ്ണമാണ്. 5 എന്താണ്? 2 എണ്ണം ഉണ്ട് അല്ലെ എല്ലായിടത്തും. അപ്പൊ 5 സ്ക്വയർ എന്നും നമുക്ക് വരും.
അപ്പൊ എന്ത് കിട്ടും? 5 സ്ക്വയർ 25 ആണ്. 25 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 75 ആണ്. 75 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 ആണ്. സോ HCF എത്രയാണ്? 150 ആണ് HCF വരുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? 150 ആണ് HCF ആയിട്ട് വരുന്നത്. The sum of ages of 5 children born at an interval of 2 years each is 40 years. എൽഡസ്റ്റ് ചൈൽഡിന്റെയാണ് ചോദിച്ചിരിക്കുന്നത്. 2 വയസ്സ് ഗ്യാപ്പിലുള്ള 5 കുട്ടികൾ. ആദ്യത്തെ കുട്ടി എക്സ്, അപ്പൊ എന്ത് വരും? ഏറ്റവും ചെറിയ കുട്ടിയാണ് എക്സ്. അതിന് തൊട്ട് മുന്നേ ഉള്ള ആള്, നാലാമത്തെ ആള് x+2, മൂന്നാമത്തെ ആൾ എത്രയാണ്? x+4 ആണ്. രണ്ടാമത്തെ ആൾ എത്രയാ വരിക? x+6 ആണ്. ആദ്യത്തെ ആൾ എത്ര വരും? x+8 വരും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരുടെ വയസ്സാണ്? x+8ന്റെ വയസ്സാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 40 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ x കണ്ടുപിടിക്കാം അല്ലെ? എന്ത് കിട്ടും? ഇവിടെ നോക്കിയേ, ഇവിടെ 5x വരും. 1 2 3 4 5. ഇവിടെ 6+4 10, 8+2 10, 20 എന്ന് വരും. 40 - 20 എന്ന് പറഞ്ഞാൽ 20 ആണ്. x എന്ത് വരും? 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 4. x 4 ആണ്. അപ്പൊ വലിയ ആളുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ 4 + 8 12 years. 12 വയസ്സാണ് ഏറ്റവും എൽഡസ്റ്റ് ചൈൽഡിന്റെ പ്രായം. 12 വയസ്സാണ് എൽഡസ്റ്റ് ചൈൽഡിന്റെ പ്രായം. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, അടുത്തത്. ഞാൻ സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എൻ്റെ സ്പീഡ് കുറച്ച് ഞാൻ ഭയങ്കര സ്ലോ ആണ്, റിപ്പീറ്റ് ചെയ്ത് പറയണോ എന്നുള്ളൊരു കാര്യം കേട്ടു. അതുകൊണ്ടാണ് ഞാൻ കുറച്ചിങ്ങനെ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകണത്, അധികം ലാഗ് ആക്കാതെ. അപ്പം ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലാവണില്ല, കുറച്ച് സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. By selling a pen to a shopkeeper for ₹10, he loses 1/11th of its value. What is the purchase price of CP? സോറി, ഓഫ് എ പെൻ. അപ്പൊ നമുക്ക് CP ആണ് കണ്ടുപിടിക്കേണ്ടത്. CP എന്ന് പറഞ്ഞാൽ എന്താണ്? 1/11th നഷ്ടമാവാണ് ചെയ്തത്. അപ്പൊ CPയുടെ എത്രയാണ്? 10 രൂപ. 10/11 ആണ് 10 രൂപ. അപ്പൊ CP എന്തായിരിക്കും? 10 × 11/10. ഇത് ശരിക്കും ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 11 രൂപയാണ്. 1/11 ആണ് നഷ്ടം വരുന്നത്. അപ്പൊ 11 ആണ് CP, 1 എന്താണ്? നഷ്ടമാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി? CP കിട്ടി. ഓക്കെ, അപ്പൊ അത് കൂടുതലായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോവിങ്. ഇത് എളുപ്പമാണ്. 18/3 എന്താണ്? 18/3 6 ആണ് അല്ലെ? 12 + 6 എന്ന് പറഞ്ഞാൽ 18 ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? 18 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇൻ എ ക്വാഡ്രിലാറ്ററൽ PQRS നമ്മൾ എന്ത് ചെയ്തു? ക്വാഡ്രിലാറ്ററൽ ചെയ്യാണ്. PQRS. The sum of angles Q and S is 150. Qഉം Sഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 150 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? 360 - 150. ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ ആംഗിൾ 360 ആണ്. -150 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 210 ആണ് ബാക്കി കിട്ടുന്നത്. അത് ഏത് റേഷ്യോ ആണ്? അതാ 4x + 3x is equal to 210. നമ്മളോട് r-ന്റെ മെഷർമെന്റാ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് 3x ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 7x is equal to 210. x എന്ന് പറഞ്ഞാൽ എത്ര വരും? 30 എന്ന് വരും അല്ലെ? അപ്പോ 3x എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ദാറ്റ് മീൻസ് r-ന്റെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ, r 90 ഡിഗ്രി ആണ് വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ, 2 successive discounts. ഇത് നമ്മൾ എല്ലാ ഷിഫ്റ്റിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? 2 successive discounts of 30%. അപ്പൊ എന്ത് ചെയ്യണം? 100 × 70/100 × 35 എന്ന് പറഞ്ഞാൽ 65/100 അല്ലെ? 100 പോകും, 0 പോകും. 65 × 7 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? 65 65 × 7 എന്ന് പറയുമ്പോൾ നമുക്ക് 45.5 എന്നാണ്. 455 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? 45.5 എന്നാണ് കിട്ടുക. 100ൽ നിന്നും 45.5 മൈനസ് ചെയ്താൽ നമുക്ക് എത്രയാ കിട്ടുക? 54.5% ആണ് എന്ത് വരുന്നത്? ഒരു ഇക്വാലന്റ് സിംഗിൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 54.5% ആണ്. ഓക്കെ,
അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അർപ്പിത ബൈസ് 9 ഓറഞ്ചസ് ആൻഡ് 8 ബനാനാസ് ഫോർ ₹276. അപ്പൊ എന്ത് ചെയ്തു, ഓറഞ്ചിന്റെ വില എക്സ് ആയിട്ടും എടുക്കാം, ബനാനയുടെ വില വൈ ആയിട്ടും എടുക്കാം. അപ്പൊ 8ഉം 9ഉം ചേർന്ന് എത്ര രൂപയ്ക്കാ വാങ്ങിയേ, 276 രൂപയ്ക്ക് വാങ്ങി. when the price of one orange is reduced by 10%, ഓറഞ്ചിന്റെ പ്രൈസ് എന്ത് ചെയ്തു, 10% റെഡ്യൂസ് ആയി കഴിഞ്ഞു. അപ്പോ റെഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്താ ചെയ്യുന്നത്, അവിടെ ചെയ്യണത് 9 ഒരു സെക്കൻഡ്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്തു, 9x ഇൻറ്റു എന്ത് വരും, 10% കുറഞ്ഞാൽ ബാക്കി 9/10 അല്ലെ, 90/100 ആണ്, അത് നമ്മൾ 9/10 ആയിട്ട് എടുത്തു. പ്ലസ് 10y എന്ന് പറഞ്ഞാൽ എത്രയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, 210 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അല്ല 5x ആണ് അല്ലെ, സോറി 9x അല്ല 5x. ഈ 5x എന്ന് പറയുന്നത് എന്താണ്, ഒരു എന്തിന്റെയോ 90% കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്കിനി ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, ഇവിടെ നോക്ക്, ഈ 10 കളയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റു 10 എല്ലായിടത്തും ചെയ്യാം അല്ലെ. ഇൻറ്റു 10 എല്ലായിടത്തും ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് വരും, ഇവിടെ 45x എന്ന് വരും, ഇവിടെ 100y എന്ന് വരും, ഇവിടെ എന്ത് വരും, 2100 എന്ന് വരും അല്ലെ. ഇനി ഇതിനെ നമുക്ക് ഇതുമായിട്ട് ചെയ്യാൻ ഇൻറ്റു 5 ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ എന്ത് വരും, 45x പ്ലസ് 40y is equal to 276 into 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 1380 എന്നാണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം അല്ലെ. 2100 മൈനസ് 1380 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 027 കിട്ടും. ഇവിടെ 45 ക്യാൻസൽ ആവും, 60y എന്ന് വരും. അപ്പൊ വൈയുടെ വാല്യൂ, അതായത് ഒരു ബനാനയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും, 0 ക്യാൻസൽ ആവും, വൈയുടെ വാല്യൂ, ഒരു ബനാനയുടെ വാല്യൂ 12 രൂപയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക, നോക്കിക്കോ, ഇവിടെ എങ്ങനെ കിട്ടും, 9x, അപ്പൊ 8y എന്ന് പറഞ്ഞാൽ 12 into 8 ആണ്. 12 into 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, അപ്പൊ 276 മൈനസ് 12 into 8 എന്ന് പറഞ്ഞാൽ 96 ആണ്. നമുക്ക് എന്ത് കിട്ടും, x എന്ന് പറയുമ്പം എന്താ കിട്ടുക, 180 ഡിവൈഡഡ് ബൈ 9 ആണ്. സോ ഒരു ബനാനയുടെ ഓറഞ്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 20 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ ആണ് വേണ്ടത് അല്ലെ. 9 into 2 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക, നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്, 3 ഓറഞ്ചിന്റെയും 4 ബനാനയുടെയും. അത് തെറ്റിക്കരുത് കേട്ടോ, ചാടിക്കേറി ഇവിടെ കൊണ്ടുപോയി ആൻസർ ചെയ്ത് വെക്കരുത്, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 3 ഓറഞ്ചിന് 60 രൂപയായിരിക്കും, 4 ബനാനയ്ക്ക് 12 into 4 48 രൂപയായിരിക്കും. ടോട്ടൽ എത്ര രൂപയാണ്, 108 രൂപയാണ് അവിടെ വരുന്നത്. 108 രൂപയ്ക്കാണ് എന്ത് വാങ്ങുന്നത്, 3 ഓറഞ്ചും 4 ബനാനയും വാങ്ങുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അരുണ ബോറോഡ് ₹9,000 ഫ്രം ജയശ്രീ അറ്റ് 10% ആനുവൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കോമ്പൗണ്ടഡ് ആനുവലി. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ബൈ അരുണ. നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻ ആണ് അല്ലെ, P into 1 plus R/100 raised to 2. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, 9,000 into 0 0 10 11 എന്ന് വരും അല്ലെ, 11/10 into 11/10 എന്ന് വരും. 0 0 0 0 ക്യാൻസൽ ആവും, നമുക്ക് എന്ത് വരും, 90 into 121 എന്ന് വരും. 121 into 9 എന്ന് പറഞ്ഞാൽ 9 18 ബാലൻസ് 1 0, ഈ ഒരു 0യും കൂടെ വരുമ്പോൾ 10890 ആണ് എന്ത് ചെയ്യേണ്ടത്, 2 വർഷം കഴിയുമ്പോൾ അരുണ ജയശ്രീക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇത് നോർമൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, സമീർ has a solid metal ball of 6 cm diameter. He melts it and uses the material to make a solid cylinder. If the diameter of the cylinder is the same as the diameter of the ball, what will be its height? Okay, അപ്പോൾ ഒരു മെറ്റൽ ബോളിനെ എന്ത് ചെയ്യാണ്, 6 cm ഡയമീറ്റർ ഉള്ള ഒരു മെറ്റൽ ബോളിനെ ഉരുക്കിയിട്ട് ഒരു സിലിണ്ടർ ഉണ്ടാക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും എന്ത് ഈക്വൽ ആണ്, ഡയമീറ്റർ
ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ബോളിന്റെ സ്ഫിയർ ആണ് അല്ലെ, സ്ഫിയറിന്റെ വോള്യൂം എന്താണ്? 4/3 പൈ ആർ ക്യൂബ് ആണ്. സിലിണ്ടറിന്റെ വോള്യൂം എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച് ആണ്. നമുക്ക് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പൈ ക്യാൻസൽ ചെയ്യാം, ഇവിടെ ആർ ഉണ്ട്, ആർ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടത്തെ ആറ് കളയാം, ഇവിടെ ഈ ഒരു 2 ആറിനെയും കളയാം. അപ്പൊ ഇനി എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 4/3 ഇൻറ്റു 3 എന്നാണ് വരിക അല്ലെ. ഡയമീറ്റർ 6 ആണ്, അപ്പൊ റേഡിയസ് എന്തായിരിക്കും? 3 ആയിരിക്കും. ഈ 3യും 3യും ക്യാൻസൽ ചെയ്യുക, ഹൈറ്റ് നമുക്ക് എന്ത് കിട്ടും? 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും സിമ്പിൾ ആണ്. പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഫസ്റ്റ് ഡേയിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും. ഇതോട് കൂടിയിട്ട് ഫസ്റ്റ് ഡേയിൽ മാത്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്ത 3 വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, മാം ഇത് ജെഇക്കും ടെക്നീഷ്യനും ഒക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട്, ഒരുപാട് എന്താ പറയുക യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കും സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ RRBയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പുതിയ ക്വസ്റ്റ്യൻസ് എവിടെന്നെങ്കിലും ഒക്കെ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്, അതിന്റെ രൂപമാറ്റം സംഭവിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. നിങ്ങൾക്ക് ഈ തന്ന ഓരോ ക്വസ്റ്റ്യനും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം, വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ടും ആൾക്കാരുടെ നെയിം ചേഞ്ച് ചെയ്തിട്ടും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്നും പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. എത്ര എണ്ണം കിട്ടുന്നോ അത്രയും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് പാറ്റേണും സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് RRBയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് RRBക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇനി എപ്പോഴോ വരുന്ന RRB ALPയുടെ എക്സാമിന് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉപയോഗപ്പെടുള്ളൂ എന്നൊന്നുമില്ല. ഓക്കെ, ഇനി വരുന്ന ഇന്ന് ടെക്നീഷ്യൻ 1ന്റെ സിറ്റി ഇന്റിമേഷൻ ഒക്കെ വന്നിട്ടുണ്ട്, RRB JEയുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ എക്സാംസിനും എന്താണ്? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ RRB ഫോളോ ചെയ്യുന്ന പാറ്റേൺ എല്ലാ എക്സാംസിനും ഇറലവന്റ് ഓഫ് ദ പോസ്റ്റ് ഏതാണ് എന്ന് നോക്കാണ്ട് എല്ലാ എക്സാംസിനും എന്ത് തന്നെയാണ്? ഓൾമോസ്റ്റ് ഒരു സെയിം പാറ്റേൺ തന്നെയാണ് RRB ഫോളോ ചെയ്യണത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ തന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജെയും ടെക്നീഷ്യനും SIയും ഇനി വരുന്ന NTPCയും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നത് എൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ വീഡിയോ ഇതോട് കൂടിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഡേ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സക്സസ്ഫുൾ ആയിട്ട്. നാളെ നമ്മൾ ഡേ 2ലെ മാത്സും ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുവരേക്കും താങ്ക് യു.